ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ DC ഞാൻ കണ്ടിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലം പടം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തിയേറ്ററിലാണ് പോയത്. ഫാമിലി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു. ഇത് ആദ്യം ഒരു കാര്യം പറയാം, ദിസ് ഫിലിം ഈസ് 18+. ദയവ് ചെയ്ത് പിള്ളേരൊന്നും തിയേറ്ററിൻ്റെ ആ ഏരിയയിലോട്ടേ കൊണ്ടുവരുത്. ഒരുപാട് കസ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോൾസ് ലാംഗ്വേജസ് ഉണ്ട്, അതേപോലെ തന്നെ മെയിനായിട്ട് ബ്രൂട്ടലായിട്ടുള്ള കില്ലിങ് കാര്യങ്ങളും ഉണ്ട്. പിള്ളേരെ ദയവ് ചെയ്ത് കൊണ്ടുവരുത്. ദിസ് ഈസ് സ്ട്രിക്ട്ലി ആൻ 18+ ഫിലിം. അപ്പോൾ പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലം പടം. ഒരു പവർ പാക്ഡ് ആക്ഷൻ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അരുൺ മതീശ്വരൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ പറ്റിയിട്ടും ഈ ഒരു സിനിമയെ പറ്റിയിട്ടുമൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫിലിമോഗ്രഫിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം സാനി കൈതാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനത് തിരുത്തി പറയാണ്, DC ആണ് എനിക്കിനി അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം. അത് പറയാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ഉണ്ട്. അത് ക്യാപ്റ്റൻ മില്ലറിൽ കുറച്ച് വീക്കായിരുന്നു. ക്യാപ്റ്റൻ മില്ലറാണ് പുള്ളിക്കാരൻ സാന്നിധ്യത്തിന് ശേഷം ചെയ്യുന്ന പടം. സോ ആ ഒരു നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തി കൊണ്ടുവരുന്ന പരിപാടിയില്ല. അത് പുള്ളിക്കാരൻ ഇതിനകത്ത് കറക്റ്റായിട്ട് എവിഡൻ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അരുൺ മതീശ്വരൻ. മാൻ, ബ്യൂട്ടിഫുൾ ഫിലിം, ഒന്നും പറയാനില്ല. പുള്ളി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനെ കാട്ടി മികച്ചതായിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ക്രൂ. പിന്നെ അടുത്തത് പ്രൊഡ്യൂസർ കലാനിധി മാരൻ, താങ്ക് യു ഇങ്ങനൊരു കിടിലം പടം ഞങ്ങൾക്ക് തന്നതിന്. ആൻഡ് അടുത്തത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ കാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ വി ഓൾ നോ ദാറ്റ് ലോകേഷ് കനരാജ്. എല്ലാവർക്കും ഒരു ഡയറക്ടറായിട്ട് പുള്ളീനെ അറിയാമെങ്കിലും ഒരു ആക്ടറായിട്ട് എങ്ങനെ ആൾക്കാർ ഉൾക്കൊള്ളും, ഈവൻ ദോ മൈസെൽഫ് ഐ ഹാവ് ഡൗട്ട് ഇതെങ്ങനെ ശരിയാവും, പുള്ളി എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം അരുൺ മതീശ്വരൻ്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പടത്തിലെ ക്യാരക്ടേഴ്സിനും നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവും. പിന്നെ ഒരു ക്യാരക്ടർ സ്വിച്ചിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇവോൾവിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ലൈക്ക് ലോകേഷ് പുൾ ഓഫ് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഐ തിങ്ക് ഹീ മെയ്ഡ് ഇറ്റ് സൂപ്പർ മാൻ. ഞാൻ ആ സ്ക്രീനിൽ സത്യം പറഞ്ഞാൽ ലോകേഷ് കനകരാജിൻ്റെ ഒരു വ്യക്തിയല്ലാണ്. ഞാൻ കംപ്ലീറ്റ് ദേവദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ട് പുള്ളിക്കാരൻ നന്നായിട്ടത് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബെസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അമിക ഗബ്ബി എടുത്ത് നോക്കിയാലും പുള്ളിക്കാരിക്കും കുറേ കിടിലൻ സാധനങ്ങളൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി കിട്ടിയ ആ ഒരു ടൈം സ്പേസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സട്ടിലായിട്ടുള്ള ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൺസ് ആൻഡ് റോസസ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ സംഭവം. ആൻഡ് നെക്സ്റ്റ് സഞ്ജന പുള്ളിക്കാരിയും സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് കിട്ടിയ ക്യാരക്ടറും ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ആ സംഭവമൊക്കെ അടിപൊളിയായിട്ട് പുള്ളിക്കാരി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വിഷ്വൽസ് എടുത്ത് നോക്കിയാലും എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, എവറിത്തിങ് വാസ് സൂപ്പർ. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അനിരുദ്ധ് ബ്രോ, യു ആർ ഓൺ സ്റ്റെറോയിഡ്സ് മാൻ. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കിടിലായിട്ട് മ്യൂസിക് ചെയ്തത് നമുക്കാർക്കും മനസ്സിലാവില്ല. കാരണം എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഇല്ലേ, പുള്ളിക്ക് ആ ഒരു സാധനം ഇല്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റോ ആയിട്ട് ഒരു പടം വരുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അതിന് വേണ്ടി ഒരു സാധനം ഇറക്കുന്നു. കുറേ പേര് ഒരു കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരൻ കോപ്പി ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. എടാ, നമ്മളൊരു ക്രിയേറ്റീവായിട്ടൊരു സാധനം ചെയ്യുമ്പം അതിന് ഏതെങ്കിലും ഒരു രീതിയിൽ നിന്ന് ഒരു ആംഗിളിൽ നിന്ന് ഒന്നെങ്കിൽ നമുക്കൊരു ഇൻസ്പയറേഷൻ കാണും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പോ വാലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു സാധനം ബിൽഡ് എടുക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് AI വെച്ചിട്ട് പോലും ഓരോ സാധനങ്ങൾ ആൾക്കാർ ഉണ്ടാക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാക്ക് ഓഫ് കണ്ടൻസ് അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. എനിവേ, പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല ഇതിനകത്ത്. എസ്പെഷ്യലി കുറേ എന്താ പറയുക, ബാക്കിൽ നിന്നുള്ള ഷോട്ട്സും കാര്യങ്ങളൊക്കെ, ടോപ്പ് ആംഗിളിൽ നിന്നുള്ള സംഭവം, അതൊക്കെ നമ്മുടെ അണ്ണൻ ലോക്കിയുടെ സ്പെഷ്യൽ സാധനങ്ങളാണ്. അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ ചെറുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്രെയിംസും കാര്യങ്ങളിലൊക്കെ. പിന്നെ ഇതിനകത്ത് ലൈക്ക് ഗൺസ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഫുള്ള് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഉദ്ദേശിച്ചത്. അത് അനിരുദ്ധ് നെയിൽഡ് ഇറ്റ്, ഒരു രക്ഷയില്ല. അത് ഏതോ ഒരു അവാർഡ് ഷോയിൽ എന്തോ വെച്ചിട്ട് AR റഹ്മാൻ ഇങ്ങനെ ഒരു പറയണ്ടായിരുന്നു വെച്ചാൽ അടുത്ത ഇനി ക്ലാസിക്കലൊക്കെ ട്രൈ ചെയ്യണം. പുള്ളി അത് സീരിയസ് ആയിട്ട് എടുത്ത് തോന്നുന്നു. ഇങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും പിന്നെ ക്ലാസിക്കൽ വെച്ചിട്ട് അങ്ങ് പൊളിക്കുകയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു ക്ലാസിക്കൽ വെച്ചിട്ടൊരു സംഭവം ഉണ്ട്. ഒരു ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു തരി പോലെ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ക്ലിയർ കട്ടായിട്ട് ഞാൻ പടം ത്രൂ ഔട്ടിരുന്ന് കണ്ടു. പിന്നെ ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതൊരു
എന്താ പറയുക കള്ളൻ പോലീസ് അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ്. ബട്ട് എല്ലാവരും പോലീസിൻ്റെ സൈഡ് പറയുമ്പോൾ ഇവിടുന്ന് കള്ളൻ്റെ സൈഡ് പറയുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്, അവർക്കും ഒരു കാരണം ഉണ്ടാവും എന്നുള്ളൊരു സംഭവമാണ്. കൂടുതൽ ഞാൻ പറഞ്ഞ സ്പോയിലായിപ്പോവും. അതുകൊണ്ട് എല്ലാവരും പടം പോയി തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, മിസ് ചെയ്യരുത്. പിന്നെ പിള്ളേരൊന്നും കൊണ്ടുപോകണ്ട, വെറുതെ കാണാൻ കസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. സോ വെറുതെ വേണ്ട. അപ്പോൾ അത്രയൊക്കെ DC-നെ പറ്റി പറയാനുള്ളൂ. എന്തായാലും എനിക്ക് ഈ വർഷം കണ്ടതിൽ എന്താ പറയുക തമിഴ് ഫിലിംസിൽ ഈ വർഷം കണ്ടതിൽ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ബ്ലാസ്റ്റ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതിൽ എനിക്ക് ടോപ്പെന്ന് എടുത്ത് പറയാനുള്ളത് തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ബട്ട് ഈ പടമാണ് ആ ഒരു ലെവലെത്തിയത്. സോ അത്രേ ഉള്ളൂ DC-നെ പറ്റിയിട്ട്. അപ്പം ഞാൻ തുടക്കം കണ്ടു, അപ്പോൾ ഇനി അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം ബൈ ബൈ ഗൈസ്, ലവ് യു.